നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർവകാല റെക്കോർഡിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 960 രൂപ കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്ന് കയറ്റം. സംസ്ഥാനത്ത് പവന് 320 രൂപ വർദ്ധിച്ച് വില 63,840 രൂപയായി. ഗ്രാമിന് 40 രൂപ ഉയർന്ന് 7,980 രൂപയും. ഈ മാസം 11 കുറച്ച് ഗ്രാമിന് 860 രൂപയും പവന് 64,480 രൂപയുമാണ് കേരളത്തിലെ സർവകാല റെക്കോർഡ്. 18 കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ഇന്ന് 30 രൂപ ഉയർന്ന് 6,580 രൂപയായി. വെള്ളിവില മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. ഗ്രാമിന് 106 രൂപ. ആഗോള വ്യാപാര യുദ്ധം കലുഷിതമാക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിലപാടുകളാണ് സ്വർണ്ണവിലയുടെ മുന്നേറ്റത്തിന് വളമാകുന്നത്. 2 ദിവസം മുമ്പ് ഔൺസിന് $2,942 എന്ന എക്കാലത്തെയും ഉയരം തൊട്ട രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ $2,887 വീണിരുന്നു. ഇന്ന് രാവിലെ $2,917 തിരിച്ചു കയറി. ഇത് കേരളത്തിലും വില കൂടാൻ ഇടവരുത്തുകയായിരുന്നു. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് US-ലും കനത്ത തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് സ്വർണ്ണവില കൂടാൻ അവസരം സൃഷ്ടിക്കുന്നു. കാരണം തീരുവ വർദ്ധിക്കുന്നത് രാജ്യാന്തര വാണിജ്യ വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ഇന്ത്യ ഓഹരി വിപണികളിലും ആശങ്ക വിതയ്ക്കും. ഫലത്തിൽ നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് പണം പിൻവലിച്ച് സുരക്ഷിത നിക്ഷേപം എന്നോണം ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് താൽക്കാലികമായി മാറും. ഈ അവസരത്തിലാണ് വില കൂടുന്നത്. ഇതാണ് നിലവിൽ സംഭവിക്കുന്നത്. ആശങ്കകൾ അകന്നാൽ സ്വർണ്ണ നിക്ഷേപങ്ങളിൽ നിന്നവർ പിൻവലിയുകയും വില താഴുകയും ചെയ്യാം. പക്ഷെ നിലവിൽ സാഹചര്യം സ്വർണത്തിനാണ് അനുകൂലം. അതേസമയം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെടുന്നത് ആഭ്യന്തര സ്വർണ്ണവിലയുടെ കയറ്റത്തിന്റെ ആക്കം കുറയ്ക്കുന്നത് ആശ്വാസമാണ്. ഇന്നും ഡോളറിനെതിരെ 10 പൈസ ഉയർന്നാണ് രൂപ വ്യാപാരം ആരംഭിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ സ്വർണ്ണവില ഇന്ന് കൂടുതൽ ഉയർന്നേനെ. കാരണം ഡോളർ ശക്തിപ്പെടുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചിലവ് വർദ്ധിക്കുകയും ആ അധികാരം ആഭ്യന്തര വിലയിൽ പ്രതിഫലിക്കുകയും ചെയ്യുമായിരുന്നു. GSTയും ഹോൾമാർക്ക് ചാർജും പണിക്കൂലിയും ചേരുമ്പോൾ കേരളത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വാങ്ങൽ വില വീണ്ടും 69,000 രൂപ കടന്നു. ഇന്ന് മിനിമം വാങ്ങൽ വില ഇത് പ്രകാരം 69,030 രൂപയാണ്. 1 ഗ്രാം സ്വർണ്ണാഭരണത്തിന് 8,635 രൂപയും. ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിച്ചതാണ് സ്വർണ്ണവില കുറയാനുള്ള ഒരു കാരണം. 88 രൂപയിലേക്ക് അടുത്തിരുന്ന കറൻസി ഇപ്പോൾ 86.50 കരുത്ത് വർദ്ധിപ്പിച്ചു. രൂപ ഇനിയും കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില വീണ്ടും കുറയും. എങ്കിലും വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. ആഭരണം വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഇന്ന് വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുകയോ ആകാം. ഡോളർ സൂചിക 108-ലാണുള്ളത്. ഡോളർ കരുത്ത് കൂടിയാലും സ്വർണ്ണവില കുറയും. ഇന്ന് ഡോളർ കരുത്ത് കൂടുന്നു എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. അതേസമയം ആഗോള സാമ്പത്തിക രാഷ്ട്രീയ വ്യാപാര സാഹചര്യം അത്ര സന്തോഷം നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ വിപണിയിൽ ആശങ്ക നീങ്ങിയിട്ടില്ല. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,889 പുതിയ നിരക്ക്. വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ മാറ്റം വന്നേക്കും.